അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങക്ക് സ്ത്രീധനൊന്നും വേണ്ട, മോളെ ഇങ്ങ് തന്നേച്ചാൽ മതി, ഞങ്ങള് പൊന്നുപോലെ അങ്ങ് നോക്കിക്കോളും. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങള് മോളെ പറഞ്ഞു വിടുമ്പോ അതിൻ്റെതായ രീതിയിൽ ഇറക്കി വിടണ്ടേ? അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാ പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട. പിന്നെ ഞങ്ങളുടെ മോളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പം ഞങ്ങള് മരുമോന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഞങ്ങൾ കൊടുത്തു. അത് പക്ഷെ സ്ത്രീധനായിട്ടൊന്നുമല്ല, അവക്ക് അവളെ പേരിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്താണ്. അതൊരിക്കലും സ്ത്രീധനായിട്ടൊന്നും ഞങ്ങൾ കൂട്ടിയിട്ടൊന്നുമില്ല. അവന് വലിയ ജോലിയൊക്കെ ഉണ്ട്. അപ്പൊ അവന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഞങ്ങൾ കുറച്ച് പൈസയും സ്വർണ്ണവും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങ് കൊടുത്തു. അപ്പൊ അത് അല്ലാതെ ഞങ്ങൾ അത് അങ്ങനെ കൊടുത്തു കഴിച്ചിട്ട് നിങ്ങൾ തരണമെന്നല്ല. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും തരണ്ട. ഞങ്ങളെ മോനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്, അവന് കുറെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനിപ്പോ നിങ്ങളെ സ്ത്രീധനമൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ട് വേണ്ട, നിങ്ങളുടെ മോളെ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീധനമൊന്നും വേണ്ട. എന്നാലും ഒരു സമ്മാനം എന്നുള്ള രീതിക്ക് വല്ല ഫ്രിഡ്ജോ? അയ്യോ, ഫ്രിഡ്ജൊന്നും വേണ്ട. ഫ്രിഡ്ജ് ഞങ്ങൾക്ക് ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജൊന്നും വേണ്ട. എന്നാ ഒരു വാഷിംഗ് മെഷീൻ ആയാലോ? വാഷിംഗ് മെഷീൻ ഒന്നും വേണ്ടെന്നേ, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ. പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞങ്ങളെ വീടിന്റെ മുകളിലോട്ട് ടൈലിട്ട് ഷീറ്റൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഒരു ഊഞ്ഞാല് കെട്ടാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 150 പോയിന്റ് ഊഞ്ഞാൽ ഇങ്ങ് തന്നാ മതി. പിന്നെ ആ ഊഞ്ഞാല് കൊണ്ടുവരാൻ ഒരു കാറ് ഞങ്ങൾ പക്ഷെ പുതിയ കാറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മോക്ക് പുറത്തൊക്കെ പോണെങ്കിലേ, മോന് കാറിലൊക്കെ പോകുമ്പം, അപ്പൊ അതുകൊണ്ടൊരു പുതിയ കാറ് തന്നാ മതി. അപ്പൊ അതിലങ്ങ് ഊഞ്ഞാല് കൊണ്ടുവന്നാ മതി. അല്ലാതെ ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ട. ഞങ്ങൾ അങ്ങനെ സ്ത്രീധനം മേടിക്കുന്നവരല്ല. ഇത് ഏത് നൂറ്റാണ്ടാണ്? കാലം മാറി കോലം മാറി, എന്നിട്ടും മാറാത്ത ചില ദുരാചാരങ്ങൾ. വിസ്മയ, സുചിത്ര, ഉത്ര, മുഫിയ, സജ്ന ഇങ്ങനെ സ്ത്രീധന പീഡനം കാരണം കൊല്ലപ്പെട്ടിട്ടുള്ളത് നിരവധി പെൺകുട്ടികളാണ്. ഇതൊന്നും കേരളം മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. എന്നിട്ടും മക്കളെ കെട്ടിക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കണം. സ്ത്രീധനം ചോദിക്കുന്നില്ല. നിങ്ങൾ മക്കളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവൾക്ക് ഒരു ചെറിയ സമ്മാനം, അത് മതി. അത് ചെറുക്കന്റെ വീട്ടുകാർക്കുള്ളതല്ല, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സമ്മാനം. സ്ത്രീധനം രൂപം മാറിയതാണ് ഇന്നത്തെ ആ സമ്മാനം. എന്നാൽ ആ സമ്മാനത്തുക കുറഞ്ഞു പോയാലോ? ചെറുക്കന്റെ വീട്ടുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് വേറെ കാര്യം. ഈ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നവരെ പറയണോ അതോ സമ്മാനം കൊടുക്കാൻ നിൽക്കുന്നവരെ പറയണോ? സ്ത്രീധനം വേണമെന്ന് പറയുന്നവരോട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന് പറയുന്നവരോട് ഈ വിവാഹം വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഇത്ര മടി? ഈ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച തികയുമ്പോഴേക്കാണ് യുവതി ഇത്തരത്തിലൊരു ക്രൂര പീഡനം നേരിടേണ്ടി വന്നിരിക്കുന്നത്. മർദ്ദനം നടന്നെന്ന് പറയുന്ന ആ ദിവസം തന്നെ അമ്മയും മോനും തമ്മിലൊരു സംസാരം നടന്നതായാണ് യുവതി പറയുന്നത്. തന്റെ മകന് ഇതിലും കൂടുതൽ സ്ത്രീധനം ലഭിക്കേണ്ടതായിരുന്നുവെന്ന തരത്തിലുള്ള സംസാരവും നടന്നിട്ടുള്ളതായി യുവതി പറയുന്നുണ്ട്. അതും വിവാഹം നടന്ന് 7 ദിവസത്തിനുള്ളിൽ. പ്രതിമാസം 5 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയ തന്റെ മകനോട് സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെടാൻ ആ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവതിക്കേറ്റ ക്രൂരമർദ്ദനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം? ആ അമ്മയും ഒരു പെൺകുട്ടിയുടെ മാതാവാണെന്ന കാര്യം മറന്നുപോയോ? അവൾ തങ്ങളോട് അടുപ്പം കാണിച്ചിരുന്നില്ല, ഒരു സഹകരണം ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രതിയുടെ അമ്മ പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 7 ദിവസം, അതില് 2-3 ദിവസം പെൺകുട്ടിയുടെ വീട്ടിൽ, ബാക്കിയുണ്ടായിരുന്ന ചുരുക്കം ദിവസങ്ങളാണ് ഭർത്താവിന്റെ വീട്ടിലുണ്ടായിരുന്നത്. അവരുമായിട്ട് പൊരുത്തപ്പെട്ടു വരാൻ കുറച്ച് സമയമൊക്കെ കൊടുക്കണ്ടേ? ഇനിയും ഇതുപോലുള്ള എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും, ഈ വിഷയം ഇനി എത്രയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടാലും, എനിക്കുള്ളതെല്ലാം എന്റെ മകൾക്ക് എന്ന് പറഞ്ഞ് വിവാഹം നടത്തുന്ന മാതാപിതാക്കൾ ഉള്ളിടത്തോളം, മനസ്സറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ സമ്മാനത്തിന്റെ കനം നോക്കുന്നവരുള്ളിടത്തോളം കാലം ഇത്തരം കഥകൾ ഇനിയും തുടരും. ഇത്തരം കഥകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി തന്നെ വരും. അയ്യോ, ഞങ്ങള് സ്ത്രീധനം ഒന്നും ചോദിച്ചിട്ടും ഇല്ല, ഞങ്ങളുടെ മേടിക്കാൻ പോയിട്ടും ഇല്ല, അവള് ഞങ്ങളോട് വലിയ സഹകരണം ഒന്നും ഇല്ല, അവള് രാവിലെ എണീറ്റ് വരുന്നത്, ചായ കുടിക്കുന്നത്, തിരിച്ച് അതേപോലെ മുറിയിൽ പോയി കിടക്കുന്ന, അത്രേ ഉള്ളൂ. പിന്നെ അവരെ വീട്ടുകാര് ആ കൊച്ചിന് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ചോദിക്കാൻ പോയിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല, ഞാൻ അത് കണ്ടിട്ടൊന്നും ഇല്ല, എത്ര കൊടുത്തിട്ടുണ്ടെന്നോ എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ല. പിന്നെ എന്റെ മോന് അവര് സ്ത്രീധനായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല. ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവര് എന്റെ മോന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒന്നും കൊടുക്കുന്ന എനിക്ക് തോന്നുന്നൊന്നും ഇല്ല. പിന്നെ അവള് വഴക്കിട്ടെങ്കിൽ അത് അവളെ കയ്യിലിരിപ്പ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇവര് തമ്മിൽ നേരത്തെ വഴക്കുണ്ടായിരുന്നോ? അവര് തമ്മിൽ നേരത്തെ വഴക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ പറ്റിയെന്നാണ് ഞാനും ആലോചിക്കുന്നത്. മോന്റെ കല്യാണം ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തതല്ലേ? മോന്റെ കല്യാണം അത് രജിസ്റ്റർ ചെയ്തെന്ന് വെച്ചാൽ അത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അല്ലാതെ കല്യാണം കഴിച്ച് താലി കെട്ടിയിട്ടൊന്നും ഇല്ല അവര്. അവർ ഒരുമിച്ചല്ലായിരുന്നു, ആ താലി കെട്ടുന്നതിന് മുമ്പ് അവർ ഒരുമിച്ചായിരുന്നു താമസിക്കുന്നത് ഇപ്പൊ ബാംഗ്ലൂര്. അങ്ങനെ അവർ ഒരുമിച്ച് താമസിച്ചതല്ല, അവര് ഒരുമിച്ചായിരുന്നു താമസം എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ താമസിച്ച്, പക്ഷെ അവര് താലി കെട്ടിയിട്ടൊന്നും ഇല്ല. അവര് പുറത്തു പോകാനുള്ള ആവശ്യത്തിന് വേണ്ടി പോയതാണ്, അല്ലാതെ അവരങ്ങനെ കല്യാണം കഴിയാതെ ആരെങ്കിലും ഒരുമിച്ച് താമസിക്കുവോ? അതൊന്നും അല്ല വഴക്കിന് കാരണം. അവക്ക് 3 കാമുകന്മാരുണ്ട്. അവര് എന്തോ അന്ന് രാത്രി ഫോണിലേക്ക് വിളിച്ചെന്നോ തുരിതാന്ന് വിളിച്ചോണ്ടിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് എന്റെ മോൻ ചോദിച്ച്, അതാണ് വലിയ പ്രശ്നത്തിന് കാരണമായത്. എന്റെ മോന്റെ മാനസിക നില അന്ന് തെറ്റി, അതാണ് ഇത്രയും പ്രശ്നം ഉണ്ടാവാനൊക്കെ കാരണമായത്. അവര് പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. എനിക്ക് അതേ പറയാനുള്ളൂ. അവര് കള്ളത്തരമാണ് പറയുന്നത്, അവരവരെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണ്. സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. അവര് പറയുന്ന മുഴുവൻ കള്ളത്തരം തന്നെയാണ്.